ഗായ് ഫ്രണ്ട്സ്, മുത്ത് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് കാണാം. ഇതെന്താണെന്ന് അറിയാമല്ലേ? ഇതൊക്കെ ഇപ്പം നമുക്കവിടെ ചെടി നഴ്സറിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ നമ്മൾ വിളകളിലൊക്കെ കണ്ടിരുന്നതാണ്. ചെടി നഴ്സറിലുള്ളതൊക്കെ തന്നെ വിളകളിലുമുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കദളി ചെടി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിപ്പോൾ വിളയിലൊക്കെ കാടായിട്ടാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാനിന്ന് ഇറങ്ങിയിരിക്കുന്നത്. വലിയ വെറൈറ്റി ഒന്നുമല്ല എങ്കിലും ഓക്കെ. ഇത് അതുപോലെ തന്നെ ഈ ചെടി അല്ലേ, ഇത് നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ടാകും? കാരണം നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അധികമായിട്ട് തന്നെ ഇപ്പോൾ കാട്ടിത്തരാം. കണ്ട ഉണ്ട്. മനസ്സിലായി കാണും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും. ഇതുണ്ടില്ലേ? അതും അതുപോലുള്ളതാണ്. അത് കണ്ടില്ലേ? അതങ്ങനെ അത് തന്നെയാണ് ഇതും. കണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇതും നമുക്ക് അറിയാമെന്നുള്ളതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച് കിടക്കുമ്പോഴത്തേക്കല്ലേ നമ്മൾ ശരിക്ക് പറിച്ച്, നിങ്ങളൊക്കെ ചെയ്ത് കാണുമോ എന്തോ. ഞങ്ങൾ കഞ്ഞിയും കറിയെന്നും പറഞ്ഞ് ചിരട്ടയിൽ അരിഞ്ഞു വെച്ച് കളിക്കും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്തോ മരുന്നാണല്ലേ? ഇതൊക്കെ എന്തോ മരുന്ന് പറയുന്നുണ്ട്. ഇത് അറിയാമെന്നുള്ളവർ പേര് പറയും. കണ്ടില്ലേ? അതങ്ങനെ ഇത് കണ്ടില്ലേ? ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും അങ്ങനെ കാണാനില്ല അല്ലേ ഇതൊന്നും? കണ്ട, വളരെ അപൂർവം മാത്രം ഇപ്പോഴൊക്കെ വിളകളിൽ കാണാൻ പറ്റൂ. കണ്ടല്ലേ? കണ്ടാ നിൽക്കുന്നത്? വളരെ അപൂർവം മാത്രമേ ഇതൊക്കെ ഇപ്പോൾ വിളകളിലൊക്കെ ഉള്ളൂ. പലരുടെ വിളയിലും ഇതൊക്കെ. അതുപോലെ ഇതെന്തോ പൂവൻകുരുന്തോ എന്നിങ്ങനെയൊക്കെയാണ് പറയണത്. എനിക്കങ്ങനെ അത്രയധികം ഇതിനോടൊന്നും പരിചയമില്ല. എങ്കിലും ഇങ്ങനെയുള്ള ഇലകൾ പണ്ട് വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിയതായിട്ട് നല്ല ഓർമ്മയുണ്ട്. എല്ലാത്തിൻ്റെയും പേരുകളൊന്നും അറിയത്തില്ല. അതാണ് അതിൻ്റെ. ഇപ്പം എല്ലാവരും ഇതൊക്കെ വീഡിയോകളിൽ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ഇത് കണ്ടില്ലേ? പല ചെടി നഴ്സറികളിലും നമ്മൾ കാണുന്നതല്ലേ ഇതൊക്കെ. ഒരുപാട് ചെടി നഴ്സറികളിൽ നമ്മൾ കാണുന്ന ചെടിയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പം വീട്ടുകടയിലൊക്കെ, ഇപ്പോഴെന്നല്ല പണ്ട് കാലങ്ങളിൽ ശരിക്കുണ്ട്. ഇപ്പോഴൊക്കെ എവിടെയും അങ്ങനെ ഇല്ല. എങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ഇതുപോലെയൊക്കെ കാണും. ഈ ഇല കണ്ടില്ലേ? ഇത് ആനച്ചെവിടി എന്നാണ് പറയുന്നത് അല്ലേ ഇതിനാ? ആനച്ചെവിടി എന്നാണ് പറയുന്നത്. ഇവിടെ ചേട്ടൻ പറയുന്നത് ആനച്ചെവിടി എന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതൊക്കെ പണ്ട് അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ വളർത്തിയിരുന്നു വീടുകളിൽ മരുന്നിനായിട്ട്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ പുറകെ ഒന്നും ആരും പോകത്തില്ല. പിന്നെ യൂട്യൂബുകളിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു സംഭവം കാട്ടിത്തരാം. ഇത് കണ്ട, വളരെ മനോഹരമായ കാഴ്ചയാണിത്. വിളകളിൽ നിറഞ്ഞു കിടക്കുന്നത്. സത്യത്തിലെന്ന് പറഞ്ഞാൽ ഇത് വിഷമാണ് കേട്ടാ. ഈ ഇലയെന്ന് പറഞ്ഞാൽ പശുക്കളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവർ വീണ് മരിക്കും. അങ്ങനത്തെ ഇലയാണ് കേട്ടാ. ഇതൊക്കെ നമ്മുടെ ചെടി നഴ്സറിയിലൊക്കെ ആവശ്യം പോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും ചെറിയ ചെടിച്ചട്ടിയിലും കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വിലയും കൊടുക്കണം. പക്ഷേ ഇവിടെയൊന്നും വിലയൊന്നും കൊടുക്കണ്ട, കാട് കണക്ക് കിടപ്പുണ്ട്. കണ്ടല്ല, ആവശ്യം പോലെ കിടക്കുന്നുണ്ട്. എത്ര തന്നെ നശിപ്പിച്ചാലും പോവാത്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. പക്ഷേ ഇത് ശരിക്കുണ്ട്. കണ്ട, ഈ പറഞ്ഞ സംഗതി തന്നെയാണ് ഈ വിളകളിൽ നിറഞ്ഞു കിടക്കുന്നത്. കണ്ട, ഭയങ്കര മോഡലായിട്ടാണ് കിടക്കുന്നത്. കണ്ട, ഇതൊക്കെ ഇവിടെയൊക്കെ നിറച്ചുണ്ട്, ശരിക്കുണ്ട്. നമ്മൾ എത്ര തന്നെ പറിച്ച് കളഞ്ഞാലും പോകാത്തത്ര വിധം ഇത് വിള നശിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സത്യം. ഇതെന്താണെന്നറിയാമോ? ഇതെന്താണെന്നുള്ളത് എനിക്ക് പേരറിയില്ല. എങ്കിലും ഞാൻ ഒരു സത്യം പറയാം. നമ്മളൊക്കെ ഇതിൻ്റെ പൂവ് കണ്ട എങ്ങനെ ഇരിക്കുന്നത്. ഇത് നശിച്ച പൂവാണ്. ഇത് നന്നായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ചീപ്പുണ്ടല്ലോ, വീട്ടിൽ ഒന്നോ രണ്ടോ ചീപ്പൊക്കെ കാണത്തുള്ളൂ. അത് നമ്മളെടുത്തൊക്കെ നശിപ്പിക്കുമല്ലോ. അങ്ങനെ ഈ കായുണ്ടല്ലോ, ഈ കായ ഒന്ന് മുറിച്ചിട്ട് ഇത് വെച്ച് തല കോതും. നിങ്ങൾ എത്ര പേരെങ്ങനെ ചെയ്ത് കാണും? ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അതാ ഞാൻ വേറൊന്ന് അതേപോലത്തെ കാണിച്ചു തരുമ്പോൾ അതൊന്നായി നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ്. ഇത് കണ്ട, അതിൻ്റെ പൂവാണ് കണ്ട, അതിൽ കായുണ്ട്.
നടി സൈഡിലൊരെണ്ണം നിൽക്കുന്നുണ്ട. സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ സ്കൂൾ കാലങ്ങളിലുണ്ട്, പണ്ട് കാലങ്ങളിലുള്ള കാഴ്ചകളാണ്, മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇല യഥാർത്ഥത്തിൽ ഇതിന് ഷുഗർ വെച്ചെന്നാണ്ടാണ് പറയുന്നത് കേട്ടാ. കാരണം വീട്ടുകടയിൽ ഇതിൽ ശരിക്കും നിൽക്കുന്നുണ്ട്, ഷുഗർ വെച്ചെന്നാണ്ടാണ് പറയുന്നത്. അതിൻ്റെ കായാണ്. അപ്പം ഈ കായാണ് നമ്മൾ തല കോതും, നന്നായിട്ട് കോതും, നല്ല ഭംഗിയോട് കൂടി കോതും കേട്ടോ. നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. അതുപോലെ എന്തോ മരുന്നാണെന്ന് പറഞ്ഞൊക്കെ ഇതൊക്കെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് നല്ല ചുമന്ന ഇലയുണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല കാലങ്ങളിൽ, അതായത് കൊച്ചു പ്രായങ്ങളിലൊക്കെ വീട്ടുകാർ തോരൻ വെച്ചൊക്കെ ഇതൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. തോരൻ വെച്ച് കഴിക്കാനൊക്കെ നല്ല ഇലയാണത്. കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ, വേറെ പ്രശ്നമൊന്നുമുള്ളതല്ല. ശരിക്കും ബ്ലഡ് കൂറുന്ന ഒരു സൈസ് ഇലയാണിത്. അത് ഇവിടെയൊക്കെ ശരിക്കുണ്ട്. അതുപോലെ ഈ പൂവ് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഊത്തുപൂവെന്നാണ് പറയണത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്ന നാരിനെ എടുത്ത് ഊതിക്കൊണ്ട് നടക്കും. ഒരുമാതിരത്തെ ചെറിയ സൗണ്ട് കേൾക്കും, അത്ര തന്നെ. അത് വേറെ ഉണ്ട്, ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. അതുപോലെ ഈ ഇല കണ്ട, നല്ല സൂപ്പർ ഇലയാണ് കേട്ടോ. കാപ്പിയെ ചുറ്റി കൊന്നിട്ടൊക്കെയാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിനെ നേരെ കാട്ടി